ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബീസ് ലിറ്റിൽ വേൾഡ്. എല്ലാവർക്കും ആദ്യം തന്നെ ഒരുപാട് നന്ദി, താങ്ക് യു. കമൻസ് വായിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ കണ്ണ് നിറഞ്ഞു പോകുക. അത്രയും സ്നേഹം, ഒരുപാട് നല്ല വാക്കുകൾ, ഒരുപാട് സന്തോഷം കേട്ടോ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇത്രയും സ്നേഹം ലഭിക്കാൻ ഭഗവാൻ ഒക്കെ ഭഗവാന്റെ ഒരു കാരണം തന്നെയായിരിക്കാം. എന്തായാലും സന്തോഷമുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. പക്ഷെ ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഒരുപാട് നന്ദി, സ്നേഹം, താങ്ക് യു. അതേപോലെ തന്നെ കുറേ പേര് എൻ്റെ ഈ ഒരു വീഡിയോസ് കണ്ടിട്ട് അവരുടെ ലൈഫിൽ ചെറിയ മാറ്റങ്ങളൊക്കെ, നല്ല മാറ്റങ്ങൾ ഉണ്ടായി എന്ന് പറയുമ്പോൾ അതൊരു സന്തോഷമായിട്ടൊരു ഭാഗ്യമായിട്ടും തോന്നുന്നു. ഇതെൻ്റെ ഒരു ഈവനിങ് സമയമാണ് കേട്ടോ. ഈ ഒരു സമയത്ത് ഞാൻ ഭയങ്കര ഫ്രീ ആയിരിക്കും. കാരണം ഉച്ചത്തേക്കുള്ള തിരക്കുകളൊക്കെ കഴിഞ്ഞു, വൈകിട്ടത്തേക്ക് ഫുഡൊക്കെ ഉണ്ടാക്കണം. പക്ഷെ അതിന് സമയമുള്ളൊരു ടൈമാണ്. അപ്പോൾ ഈശ്വരന് വൈകിട്ടത്തേക്കുള്ള വിളക്ക് വെച്ചിട്ട് ടി വിയിൽ സ്വാമി പാട്ടുകൾ എന്തെങ്കിലും പ്ലേ ചെയ്ത് കഴിഞ്ഞൊരു കോഫി ഇട്ട് കുടിക്കുന്നൊരു സമയം, അതാണ് കേട്ടോ എൻ്റെ മീ ടൈം എന്ന് പറയുന്നത്. കാരണം യാതൊരുവിധ ഡിസ്റ്റർബൻസും ഉണ്ടാവില്ല. ഞാൻ ഫ്രീ ആയിരുന്നിട്ട്, കാരണം ഫുൾ വിളക്കായിരിക്കും. ഞാൻ പൂജാ റൂമല്ല, സ്റ്റാൻഡാണ്, അവിടെയും വിളക്ക് വയ്ക്കും, വാതിൽക്കലും വിളക്ക് വയ്ക്കും, അടുക്കളയിലും വിളക്ക് വയ്ക്കും. അപ്പോൾ ഫുള്ള് ദീപം കാണുമ്പോൾ എനിക്കതൊരു പോസിറ്റിവിറ്റി ക്രിയേറ്റ് ആവുന്നു. മാത്രമല്ല ഞാൻ വീട് ഫുള്ള് പുകച്ചിടും. കാരണം നെഗറ്റീവ് വൈബൊക്കെ പുറത്ത് പോയി ഫുള്ള് പോസിറ്റിവിറ്റി വരാൻ വേണ്ടിയിട്ട് ഞാൻ വീട് ഫുള്ള് പുകച്ചിടും. ദശാംഗമാണ് കൂടുതലും ഞാൻ വീട്ടിൽ കത്തിക്കാറുള്ളത്. ഞാൻ എൻ്റെ പല വീഡിയോസിലായിട്ട് പറഞ്ഞിട്ടുണ്ട്, ദശാംഗം വീട്ടിൽ ദൈവിക ശക്തിയുള്ളൊരു കോണാണ്, അത് ഒരു പോസിറ്റിവിറ്റി തരുന്നു എന്നുള്ളത്. പിന്നെ എൻ്റെ വീഡിയോസ് കാണുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയും ഞാനൊരു പഴഞ്ചൻ ആളാണെന്ന്. അത് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. കാരണം ഇതെൻ്റെ ഇഷ്ടമാണ്, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഭഗവാൻ അമ്പലങ്ങളിൽ പോയി പ്രാർത്ഥിക്കുക, വിളക്ക് വയ്ക്കുക, അല്ലെങ്കിൽ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളോട് എനിക്ക് എന്തോ വല്ലാത്ത അമിതമായിട്ടുള്ളൊരു ഇഷ്ടം. അപ്പോൾ ഇതൊക്കെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണോ എന്നറിയില്ല, എന്നൊരു പഴഞ്ചൻ പ്രൊഡക്റ്റ് എന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ എന്തൊക്കെയാണെങ്കിലും ഇന്ന് ഞാൻ ഇത്രയും ഹാപ്പി ആവാൻ എൻ്റെ ഈ ഒരു വിശ്വാസവും ജീവിത രീതിയും തന്നെയാണ് ഒരു കാരണമായത്. താങ്ക് യു.